2497 കോടി രൂപ മാത്രം മുടക്കിയ അദാനി അതിൽ അധികവും മിഷണറീസിന്റെ വില പൊലിപ്പിച്ച് കാണിച്ചതാണെന്നുള്ള വിവരം പുറത്തു വരികയാണ്. 10 വർഷം ഉണ്ടായിരുന്ന ഈ അദാനി 2500 കോടി ഉണ്ടാക്കിയത് മെഷീനറീസ് ഇൻഫ്ലേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തെ പറ്റിക്കാൻ പിണറായി വിജയൻ കൂട്ടുന്നോ? പിന്നെ എന്താണ് നിങ്ങളെ ഇപ്പോഴും ഈ ആരോപണം ഉന്നയിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്നുള്ള അയ്യപ്പദാസ് ചോദിച്ചു ശ്രീ അരുൺകുമാറിനോട്. വേറെ ഘടകമൊന്നുമില്ല, തെരഞ്ഞെടുപ്പിൽ അമ്പേ പൊട്ടിപ്പോയി. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം, തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ടിക്കകത്ത് ഈ പിണറായി വിജയനെതിരെയും എം വി ഗോവിന്ദനെതിരെയും രൂക്ഷമായ വിമർശനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ രൂക്ഷമായ വിമർശനം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കസ് ആണ് ഇതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. 100% ഞാൻ യോജിക്കുന്നു. ഈ ഡീലിനെ സംബന്ധിച്ച് പറയേണ്ട കാര്യം, സർക്കാരിനോട് ഔദ്യോഗികമായിട്ട് പറയേണ്ട കാര്യം അതിന്റെ ഘട്ടത്തിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഈ എഗ്രിമെന്റ് ബൈൻഡിങ് ആണോ? അതെ, ബൈൻഡിങ് ആണ്. ആര് തമ്മിലാ ബൈൻഡിങ്? അദാനിയും MSCയും തമ്മിൽ ബൈൻഡിങ് ആണ്. അവര് തമ്മിൽ ബൈൻഡിങ് ആണ്. സർക്കാരിനെ സംബന്ധിച്ചോളം ബൈൻഡിങ് അല്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? പ്രയർ അപ്രൂവൽ എപ്പോഴാണെന്നുള്ള കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്. അവരതിന്റെ അനുമതിക്കുള്ള പ്രോസസ്സ് തുടങ്ങി. ആ പ്രോസസ്സിലേക്ക് എത്തുമ്പോൾ മാത്രമാണ്, അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോഴാണ് സർക്കാരിനെ സംബന്ധിച്ച് പ്രയർ അപ്രൂവൽ വരുന്നത്. അങ്ങനെയൊക്കെ വഴിയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിഴിഞ്ഞം കോൺക്ലേവിൽ MSC ഉണ്ടായിരുന്നില്ലേ? അരുൺകുമാർ ഒന്ന് വ്യക്തമാക്കണം. വിഴിഞ്ഞം കോൺക്ലേവിൽ MSC വന്നിരുന്നില്ലേ? MSC വിഴിഞ്ഞം കോൺക്ലേവിൽ വന്നത് എന്തിനായിരുന്നു? വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുറത്ത് ചായക്കട ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ ആയിട്ടാണോ വിഴിഞ്ഞം കോൺക്ലേവിൽ എത്തിയത്? ഒന്ന് പറഞ്ഞേ. VN വാസവൻ പറഞ്ഞല്ലോ, ഇവർ കോൺക്ലേവിൽ വന്നിരുന്നു. കോൺക്ലേവിൽ വെച്ചാണ് ഇതിന്റെ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. അവർ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. കേരളത്തിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വേറെ എന്തിന് വിഴിഞ്ഞത്തെ മുമ്പിലുള്ള ചായക്കടയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നതാണോ അരുൺകുമാർ പറയാൻ പോകുന്നത്? അത് ഉത്തരം പറ. എന്തൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഒരു രാഷ്ട്രീയ നെറികേട് ഇത്രമാത്രം പറയാവോ? ഇങ്ങനെ നെറികേട് പറയാവോ? നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളത് കൊണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കാവോ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഈ 13,000 കോടി രൂപയുടെ ഒരു ഡീല് നടക്കണമെങ്കിൽ 18-30 ദിവസം കൊണ്ട് നടക്കുന്ന ഡീലാണോ? ഈ ലോകത്തെ 4ാമത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള MSCയും അദാനിയുമായിട്ടൊരു ഡീല് നടക്കണമെങ്കിൽ 18 ദിവസം കൊണ്ടാണോ? എത്ര മാസത്തെ ചർച്ച, ക്രിട്ടിക്കൽ ഡാറ്റ വെച്ച് ചർച്ച ചെയ്യണം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം മതിയോ? രാഹുൽ ഗാന്ധി എപ്പോഴും മോഡി അദാനി ഭായ് ഭായ് അതിനെതിരെ സമരം നടത്തുന്ന ആളല്ലേ? ഈ വിഷയത്തിൽ എന്തേ ഒരക്ഷരം മിണ്ടാത്തത്? ഞങ്ങൾ പറഞ്ഞു കടൽ കൊള്ള എന്നതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. എന്തേ ഇപ്പൊ എന്താ സാഹചര്യം? 30 വർഷത്തേക്ക് നയാ പൈസ സംസ്ഥാന ഗവൺമെന്റിന് വരുമാനമില്ല. എന്തേ ലാഭവിഹിതമില്ല? എന്താ കാരണം? ഉമ്മൻചാണ്ടി ഒപ്പിട്ട കരാറ് മൂലം. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇപ്പോ ചോദിക്കുന്നു, അദാനിക്ക് കിട്ടുന്നത് കൃത്യമായി അങ്ങ് MSCക്ക് പോകുന്നു. അദാനിയുടെ 49% കൈമാറി അത് MSC കൊണ്ടുപോകുന്നു. അതിൽ ഗവൺമെന്റിന് എന്താണ് നഷ്ടം? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ 49 കൊടുത്തു, അടുത്ത ആഴ്ച അവർ ബാക്കി 51 കൊടുക്കാൻ തീരുമാനിച്ചാലോ? പറ്റില്ല. പ്രയർ സാങ്ഷൻ വേണ്ട. അല്ല ശ്രീ അരുൺ, അത് പറ്റില്ല. അത് പറ്റില്ല. നിന്റെ നാട്ടിൽ നീ മാത്രമല്ല, വേറെ ഒരുപാട് തല്ലിപ്പള്ളിമാരുണ്ടല്ലേ. 74% പരമാവധി കൊടുക്കാൻ പറ്റൂ. 26% ഈ ഓപ്പറേറ്റിംഗ് കമ്പനിയുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ള കൺസെഷൻ അഗ്രിമെന്റിലെ വ്യവസ്ഥയാണ്. അത് പറ്റില്ല. അല്ല, ഏത് വ്യവസ്ഥ? അല്ല, അദാനിക്ക് എന്തു വ്യവസ്ഥ മിസ്റ്റർ? അദാനിയാണ്. രാഹുൽ ഗാന്ധി അദാനിയെ പറ്റി പറഞ്ഞ വാചകങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ 100 വാചകങ്ങളിൽ ഒരെണ്ണം വായിച്ചാൽ നിങ്ങൾ ഇത് ചോദിക്കില്ല. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? ഇപ്പൊ നോക്കൂ, ഈ 2015 ഓഗസ്റ്റിൽ ഒപ്പിട്ട കരാറ് മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സഹിച്ചാണോ കഴിഞ്ഞ 10 വർഷം അവർ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ച അദാനിയെ നിങ്ങൾ കൂടെ കൊണ്ടു നടന്നത്? എന്താണ് തമാശയാക്കാണ്? അല്ല, തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട. 29.6% ഷെയർ ഉള്ളയാൾ പാർട്ട്ണർ തന്നെയാണ്. അതിലെന്താണ് തെറ്റ്? 29.6% ഷെയർ ഉള്ളയാൾ പാർട്ട്ണർ അല്ലേ? പിന്നെ നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ലോകത്തിന്റെ തന്നെ ഒരു സ്വപ്ന പദ്ധതിയായിട്ട് മാറുന്ന, പ്രാചീന കാലത്ത് തന്നെ നമ്മുടെ വലിയ ആഗ്രഹമായിരുന്ന അത്രയും ആഴമുള്ള ഒരു തുറമുഖം,
അതിന്റെ പണി നിന്നു പോകരുത് എന്നത് കൊണ്ട് തന്നെയാണ് എല്ലാ ദുരന്ത പർവ്വങ്ങളെയും അതിജീവിച്ച് ആ പദ്ധതി പൂർത്തീകരിച്ചത്. ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. 2045-ലാണ് രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുന്നത്. സപ്ലിമെന്ററി കരാറിലൂടെ അത് നേരത്തെയാക്കി പൂർത്തീകരിക്കുന്നതും ഇത്രയധികം ഷിപ്പ് വന്നതും ലോകത്ത് ഏറ്റവും കൂടുതൽ മദർഷിപ്പ് വരുന്ന 4 തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം മാറിയതുമെല്ലാം ഇത്തരത്തിൽ കച്ചവടം ചെയ്യാനല്ല. അദാനി അങ്ങ് ഇന്റർനാഷണൽ ആയിട്ടുള്ള മറ്റൊരു മൾട്ടി കോർപ്പറേറ്റിന് കൊടുത്തു. അതിൽ എന്താണ് കുഴപ്പമെന്ന് ഒറ്റ കാര്യം പറയാം. ഹോർമുസ് തുറമുഖം എന്നും അനിശ്ചിതാവസ്ഥ പ്രശ്നം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ എന്താണ് ചർച്ച? ഞാൻ എന്തിനാ മറുപടി പറയേണ്ടത്? അരുൺകുമാർ പറഞ്ഞ ഞാൻ എന്തിനാ മറുപടി പറയേണ്ടത്? മുഴുവൻ കള്ളത്ര. ഇത് വിഴിഞ്ഞം അത് അദാനിക്ക് വിറ്റുകൊടുത്തു, പിന്നെ ഷെയർ മുഴുവൻ കൊടുത്തു. ഇപ്പൊ ഹോർമുസ് കടലെടുക്കിലേക്ക് പോയി. വിവരമില്ലാത്ത കൺട്രീസ് അല്ലേ, സാക്ഷരത ലേശം കുറവാണ്. 50 ദിവസമായി ഒരു ചോദ്യത്തിന് ഇവർക്ക് മറുപടിയില്ല. എന്നിട്ട് തിരിച്ചു ചോദ്യം ചോദിക്കുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ പ്രയർ സാങ്ഷൻ ഇല്ലാതെ ഇവർ ചെയ്ത കച്ചവടത്തെ കോൺഗ്രസ് അനുകൂലിക്കുന്നോ? അരുൺകുമാർ, കച്ചവടം എന്താണെന്നൊന്ന് പറയാമോ? കച്ചവടം എന്നൊന്ന് ഉദ്ദേശിച്ചോട്ട് പറയാമോ? അല്ല അത് പിന്നെ ജൂൺ 30 സെബിക്ക് കത്ത് കൊടുക്കുന്നു. എഗ്രിമെന്റ് എന്റേഡ് ഇൻടു. ആരുമായിട്ടാണ് ഇത്തരത്തിലൊരു എഗ്രിമെന്റ് കേരളത്തിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ മുൻകൂർ അനുവാദം. ബൈൻഡിംഗ് എഗ്രിമെന്റ് ആണ് ശ്രീ അരുൺ, അങ്ങേക്കറിയാം. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ഞാൻ പറയാം, ഒരു കൺസൾട്ടേഷനോ ഒരു ചർച്ചയോ ഇല്ലാതെ ഇത്തരത്തിലൊരു എഗ്രിമെന്റിലേക്ക് പോകില്ല. പല ചർച്ചകൾ നടക്കും. ആ ചർച്ചകൾ ഈ മെയ് 18 രാവിലെ 10 മണിക്ക് അധികാരമേറ്റ വി.ഡി. സതീശൻ സർക്കാരിന്റെ കാലത്താണോ ഈ 13,000 കോടിയുടെ 49% ഓഹരി കൈമാറാനുള്ള നീക്കം നടന്നിട്ടുണ്ടാവുക? ഇപ്പൊ നിങ്ങൾ പറയുന്നതാ, അന്ന് MSc വന്നില്ലേ, LDF-ന്റെ കാലത്ത് MSc വന്നില്ലേ? കോൺക്ലേവിൽ പല കമ്പനിയും വരും മിസ്റ്റർ. കുറച്ചൊക്കെ ഡിഫൻസ് എടുക്കാൻ പറ്റിയ അന്തസ്സുള്ള ഡിഫൻസ് എടുക്ക്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇപ്പൊ 74% കൊടുക്കാൻ പറ്റുള്ളെങ്കിലും ഒരു അന്താരാഷ്ട്ര ഭീകരൻ ഇങ്ങോട്ട് വന്നാൽ, ഹോർമൂസ് കടലെടുക്കിലുള്ള മുഴുവൻ ബിസിനസ്സും വന്നാൽ കേരളത്തിന് 5 പൈസ ഗുണമില്ല. വലിയ തരത്തിൽ മയക്കുമരുന്നടക്കം വലിയ കച്ചവടത്തിന്റെ കേന്ദ്രമായി വിഴിഞ്ഞ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. മനസ്സിലാക്കി കളഞ്ഞല്ലോ. ഇവിടെ പറഞ്ഞല്ലോ 10 കൊല്ലമായിട്ട് നഷ്ടപ്പെട്ടില്ലല്ലോ, 10 കൊല്ലമായിട്ട് ഈ കച്ചവടം ഉണ്ടായില്ലല്ലോ. ഈ 10 കൊല്ലത്തിനിടയിൽ എന്തുകൊണ്ട് വിറ്റില്ല? അതാണ് LDF സർക്കാരിന്റെ ഇച്ഛാശക്തി. പ്രശ്നമുണ്ട്. ഈ പോർട്ട് ഓപ്പറേഷനിലായി 1 വർഷം കഴിഞ്ഞാലേ ഈ ഓഹരി കൈമാറ്റം പറ്റൂ. അതുകൊണ്ട് 10 വർഷത്തിന് മുമ്പ് ഈ വിൽപ്പനയൊന്നും അല്ലെങ്കിൽ നടക്കില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചോദിക്കുന്നു എന്താണ് നഷ്ടം, എന്താണ് നഷ്ടം? ഇവിടെ 2497 കോടി രൂപ മാത്രം മുടക്കിയ അദാനി, അതിൽ അധികവും മിഷണറീസിന്റെ വില പൊലിപ്പിച്ച് കാണിച്ചതാണെന്നുള്ള വിവരം പുറത്തു വരികയാണ്. മിഷണറീസിന്റെ വില പൊലിപ്പിച്ച് കാണിച്ചതാണെന്നുള്ള വിവരം പുറത്തു വരികയാണ്. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. അദാനി 2500 ഉണ്ടാക്കിയത് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിച്ചു. അപ്പൊ നിങ്ങൾ അദാനിക്ക് സഹായം ചെയ്ത് കൊടുത്തോ? നിങ്ങളെ പറ്റിച്ചോ അദാനി? 10 വർഷം ഉണ്ടായിരുന്ന ഈ അദാനി 2500 കോടി ഉണ്ടാക്കിയത് മെഷീനറീസ് ഇൻഫ്ലേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തെ പറ്റിക്കാൻ പിണറായി വിജയൻ കൂട്ടുന്നോ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അദാനിക്ക് വേണ്ടി മുഴുവൻ കള്ളത്തരവും കാണിച്ച് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് പുട്ടടിച്ചവർ ഇന്ന് വന്നിട്ട് ഈ പറയുന്നത് സത്യം പറഞ്ഞാൽ അരുണൊക്കെ എന്റെ അവസ്ഥ നോക്കിയിട്ട് അരുണിന്റെ അവസ്ഥ എനിക്ക് സഹതാപം തോന്നുന്നുണ്ട്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.